2022 BJPയുമായി പിരിഞ്ഞ് നിതീഷ് പഴയ സുഹൃത്ത് ലാലു പ്രസാദ് യാദവിനെ കെട്ടിപ്പിടിച്ചു. ബീഹാറിൽ മഹാഗഡ്ബന്ധൻ വീണ്ടും അധികാരത്തിലേറി. ഇരുവരും ഒന്നിച്ച് ഡൽഹിയിൽ വന്ന് സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെ കണ്ടു. ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന്റെ തുടക്കം ഇതായിരുന്നു. അന്ന് നിതീഷും ലാലുവും ഒരുമിച്ച് കൈവീശി. സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു രാഷ്ട്രീയത്തിലെ തുടക്കകാലത്ത് നിതീഷിനെ നയിച്ചത്. 90കളുടെ അവസാനം മുതൽ നിതീഷിലെ രാഷ്ട്രീയക്കാരൻ അധികാരത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു. 2 പതിറ്റാണ്ടോളം മുഖ്യമന്ത്രിയായി. പ്രധാനമന്ത്രിയാകണമെന്ന മോഹം കലശലായി. അതിനുള്ള വഴിയായിരുന്നു ഇന്ത്യ സഖ്യം. അവിടെ അത് വിലപ്പോവില്ല എന്ന് നിതീഷിന് ബോധ്യപ്പെട്ടത് ജനുവരി 13 ഇന്ത്യ സഖ്യ യോഗത്തിലാണ്. നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനർ ആവട്ടെ എന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർദ്ദേശിച്ചു. മമതാ ബാനർജി ആ യോഗത്തിലില്ലായിരുന്നു. മമതയുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷം മതി തീരുമാനമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പക്ഷേ രാഹുലിന്റെ ആ അഭിപ്രായം നിതീഷ് കുമാറിന് ദഹിച്ചില്ല. പ്രധാനമന്ത്രിയായില്ലെങ്കിലും വേണ്ട, ശിഷ്ടകാലം മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാം എന്ന ചിന്തയിലേക്ക് നിതീഷ് എത്തി. ബീഹാർ നിയമസഭയിൽ 3ാമത്തെ മാത്രം വലിയ കക്ഷിയാണ് JDU. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിൽ അന്തിയുറങ്ങാൻ നിതീഷ് കളം മാറ്റി ചവിട്ടിക്കൊണ്ടേയിരുന്നു. എല്ലാം ജനം കാണുന്നുവെന്നും അവർ ഓർത്തുവെക്കുമെന്നും നിതീഷിനോടും JDUവിനോടും ലാലു പ്രസാദ് യാദവിൻ്റെ, തേജസ്വി യാദവിൻ്റെ RJD പറയുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.